കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDF ഇന്ന് വലിയ പ്രതിഷേധം നടത്തുകയാണ്. സംസ്ഥാന വ്യാപക പ്രക്ഷോഭം ആരംഭിക്കുകയാണ്. അല്പസമയത്തിനകം അത് തുടങ്ങും. കേന്ദ്രം വിവേചനപൂർണമായ നിലപാട് സ്വീകരിക്കുന്നു. BJP ഇതര സംസ്ഥാനങ്ങളോട് രാഷ്ട്രീയ വൈര്യത്തോടെ പെരുമാറുന്നുവെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് LDFന്റെ പ്രതിഷേധം. സാജു തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജു, ഇന്നിപ്പോൾ LDF പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവം എന്താണ്? പ്രധാന നേതാക്കളൊക്കെ തന്നെ അണിനിരന്നുകൊണ്ട് ഒരു ബഹുജന പ്രക്ഷോഭത്തിനാണോ LDF ഒരുങ്ങുന്നത്? കേന്ദ്ര അവഗണന തുറന്നുകാട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രേഷ്മ ഇന്ന് സമരത്തിനായി LDF ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ജില്ലാ കേന്ദ്രങ്ങളിലും തിരുവനന്തപുരത്ത് രാജ്ഭവനും മുന്നിലാണ് സമരം സംഘടിപ്പിക്കുക. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ സമരത്തിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ നേതൃത്വം വഹിക്കുകയും ചെയ്യും. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തോട് കടുത്ത അവഗണന കേന്ദ്ര സർക്കാർ കാട്ടുന്നു എന്നാണ് LDFന്റെ കുറ്റപ്പെടുത്തൽ. ആവശ്യമായ സാമ്പത്തിക സഹായം അടക്കമുള്ളവ പ്രധാനമന്ത്രി അടക്കം വന്നുപോയിട്ടും സമയബന്ധിതമായി പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടില്ല എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. 2 ടൗൺഷിപ്പുകൾ അടക്കമുള്ള വിപുലമായ പുനരധിവാസ പദ്ധതി സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. നഷ്ടപരിഹാരം സംബന്ധിച്ച കണക്കുകൾ അടങ്ങുന്ന നിവേദനം കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇതെല്ലാം കേന്ദ്രത്തിന്റെ ഉന്നതതല സംഘത്തിന്റെ പരിഗണനയിലാണ് എന്ന മറുപടികൾക്ക് അപ്പുറത്തേക്ക് കേരളത്തിന്റെ ആവശ്യങ്ങൾ ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തോട് രാഷ്ട്രീയമായി അവഗണന കേന്ദ്രത്തിലെ BJP സർക്കാർ കാണിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സമരവുമായി രംഗത്ത് വരാൻ LDFനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമരപരിപാടികൾ ആവിഷ്കരിക്കും എന്നൊക്കെയാണ് നേതാക്കൾ നൽകുന്ന മുന്നറിയിപ്പ്. നേരത്തെ പ്രതിപക്ഷവും വിവിധ തരത്തിലുള്ള സമരങ്ങളിലേക്ക് കടക്കുകയാണ് എന്ന കാര്യം അറിയിച്ചിരുന്നു. കേരളത്തിലെ MPമാർ ഒറ്റക്കെട്ടായി കഴിഞ്ഞ ദിവസം അമിത്ഷായെ കണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു കൃത്യമായ പരിഹാരം കേരളം ആവശ്യപ്പെടുന്ന നിലയിലുള്ള സാമ്പത്തിക സഹായം ലഭിക്കണമെന്നതാണ് ആവശ്യം. അതിലേക്ക് ഇനി കേന്ദ്ര സർക്കാർ എത്തുമോ എന്നാണ് കാത്തിരുന്നത്. നമുക്ക് കാത്തിരിക്കാം. ഇന്ന് അമിത്ഷാ എന്തു പറയുമെന്നുള്ളത്. വലിയ പ്രതിഷേധത്തിലേക്ക് LDFും കടക്കുകയാണ്.